ഹലോ ഗൈസ്, ജിതനാണ്, യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ആളുകളിൽ നിന്നും ചില സ്ഥലങ്ങളിൽ നിന്നും വരുന്ന നെഗറ്റീവ് എനർജി നമുക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സിംറ്റംസും അതിൻ്റെ പ്രതിവിധിയെ പറ്റിയും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതായത് ഓറ ഡിസ്റ്റെബിലൈസേഷൻ. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. മുന്നത്തെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും ഉചിതം. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ ഇതിനകത്തോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാനതൊന്നും പറഞ്ഞു പോകാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഓറ അല്ലെങ്കിൽ പ്രഭാവലയം. ഇതെന്താണ് ഈ ഓറ അല്ലെങ്കിൽ പ്രഭാവലയം എന്ന് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് പോവാം. ഓറ എന്ന് പറയുന്നത് ജീവിക്കുന്ന എല്ലാ ചരാചരങ്ങളിലും ഒരു കാന്തിക വലയം, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാന്തിക വലയം നമുക്ക് ചുറ്റിനുമുണ്ട്. അതാണ് ഓറ. ഈ ഓറ എത്രത്തോളം വലുതാണോ അത്രത്തോളം പോസിറ്റീവാണ്. എത്രത്തോളം ഇത് ചുരുങ്ങിപ്പോയോ അത്രത്തോളം നമ്മൾ നെഗറ്റീവാവും. അല്ലെങ്കിൽ ഈ പറയുന്ന ചരാചരങ്ങൾ, ഈ ചരാചരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യൻ, മൃഗങ്ങൾ, മരങ്ങൾ, സസ്യങ്ങൾ, എല്ലാത്തിനെയും കൂടി കൂട്ടി വിളിക്കുന്നതാണ് ചരാചരങ്ങൾ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബോഡി വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ വൈബ്രേഷനിലൂടെ ഒരു എനർജി നമുക്ക് ചുറ്റിനും ഉണ്ടാക്കുന്നുണ്ട്. ആ എനർജീനെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പ്രഭാവലയം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് ഒരു സയൻസ് ക്ലാസ്സിലൊക്കെ മാഗ്നറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് ഒരു കാന്തിക വലയം ഉണ്ട്. ഈ പറഞ്ഞ സെയിം കാന്തിക വലയം തന്നെ നമ്മുടെ ബോഡിക്ക് ചുറ്റിനുണ്ട്. ഒരു ചെറിയ മാഗ്നറ്റ് അത്ര ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ 12 ഇഞ്ചിന് ചുറ്റിനും, ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ 12 ഇഞ്ചിന് ചുറ്റിനും ഒരു കാന്തിക വലയം, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാന്തിക വലയുണ്ട്. ഇനി ഓറ കാണാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഒരു റഷ്യൻ സയൻറ്റിസ്റ്റ് ഒരു സ്പെഷ്യൽ ക്യാമറ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കൂടെ നമുക്ക് നമ്മുടെ ഓറ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ക്യാമറ കണ്ടിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും എൻ്റെ ജീവിതത്തിൽ കാണേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, ഇനി ഓറ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഉയർത്തുന്നുവോ അത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആവും. നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ആക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെ ഉണർത്താം എന്ന് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഉയർത്താം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 രീതിയിലേക്കൂടെ ഈ ഓറേനെ വലുതാക്കാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിട്ടകളിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓറേനെ കൂട്ടാൻ പറ്റും. 2 എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലൂടെയാണ്. അതിലേക്കൂടെ ഈ പറയുന്ന ഓറേനെ നമുക്ക് കൂട്ടാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു പോവാം. ആദ്യം തന്നെ വേണ്ട കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഉള്ളിലും വിശ്വാസമില്ലാണ്ട് നമ്മൾ കണ്ടവരുടെ കാര്യങ്ങളും കേട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഓറയുടെ കാര്യങ്ങൾ. നമ്മൾ എത്രത്തോളം കോൺഫിഡൻസ് ആവുന്നു അത്രത്തോളം നമ്മുടെ ഓറ കൂടും. പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം. നല്ലോണം വെള്ളം കുടിക്കണം. മിനിമം ഒരു 3 ലിറ്ററെങ്കിലും വെള്ളം പെർ ഡേ കുടിക്കാൻ നോക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളിലെ ഒരു എലമെൻ്റ് ആണല്ലോ വെള്ളം. ഈ വെള്ളത്തിനും ചില മെമ്മറീസ് ഉണ്ട്, വാട്ടർ മെമ്മറി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വെള്ളം നമ്മൾ എത്രത്തോളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡി റെസനേറ്റ് ആവുന്നുണ്ട് വൈബ്രേഷൻസിൽ. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ നട തുറക്കണ സമയത്ത്, അല്ലെങ്കിൽ നട അടച്ചതിന് ശേഷം തുറക്കണ സമയത്ത് ശാന്തി അമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൽ നിന്നും നമ്മുടെ മേത്തോട്ട് ഒരു തീർത്ഥം തളിക്കാറുണ്ട്. ഈ തീർത്ഥം തളിക്കുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് കിട്ടിയിട്ടില്ലേ? അത് ശരിക്കും ഒരു സാധാരണ വെള്ളമാണ്. പക്ഷെ ആ വെള്ളത്തിനകത്തോട്ട് ചിലപ്പോൾ ഈ പറയുന്ന പൂജ ചെയ്യണ പൂക്കളും ഇതൊക്കെ വീഴുന്നുണ്ടാവും. അതൊന്നുമല്ല അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുന്ന കാര്യം. ആ ശ്രീകോവിലിനുള്ളിൽ നട അടച്ചിരിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ഈ പറയുന്ന വെള്ളത്തിലും തട്ടുന്നുണ്ട്. അത് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന വെള്ളത്തിൽ സ്റ്റോറേജ് ഉണ്ട്. ആ വെള്ളമാണ് നമ്മൾ എടുത്ത് നമ്മുടെ മേത്തോട്ട് തളിക്കുന്നത്. അപ്പം നമുക്കുണ്ടാവുന്ന ഉന്മേഷമാണ് ഈ പറയുന്ന സംഭവം. ഇതേപോലെ നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം പോസിറ്റീവ് ആവുന്നു, അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ഓറ കൂട്ടാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളും നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറാൻ നോക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കാരണം നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആവും. പക്ഷെ നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കണമെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആവും. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുന്നത്തെ വീഡിയോ പോയി കാണാൻ പറയുന്നത്. പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളാവാൻ നോക്കുക, വേറെ ആരെയും ഒപ്പിക്കാണ്ടിരിക്കാൻ നോക്കുക. ഒപ്പിക്കുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചിലരെന്താണ് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഒപ്പിക്കാൻ നോക്കും. അപ്പോഴും എന്ത് പറ്റും, നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ചോർന്നു പോയിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ ഓറയും ചോർന്നു പോകാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ നമ്മളാവാൻ നോക്കുക. ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എനർജി വൈബ്രേഷൻസ്, എനർജീനെ കൂട്ടാൻ നോക്കുക. എങ്ങനെ എനർജീനെ കൂട്ടാം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ശ്വസിക്കുക. കാരണം ശ്വാസം അല്ലെങ്കിൽ പ്രാണാസ് എത്രത്തോളം ഡീപ്പറാവുന്നു അത്രത്തോളം എനർജീസ് നമ്മളിൽ സ്റ്റോർ ആവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നിട്ട് ഒരു പട്ടിയുടെ ആയുസ് എന്ന് പറയുന്നത് 12 to 14 കൊല്ലമാണ്. പക്ഷേ ഒരു ആമയുടെ ആയുസ് എന്ന് പറയുന്നത് 200 ആണെങ്കിൽ 2000 കൊല്ലം വരെയാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയും? ഇവരുടെ ശ്വാസമാണ്. ഒരു പട്ടി ഒരു മിനിറ്റിൽ ചിലപ്പോൾ 100-ന് മുകളിൽ ശ്വാസം എടുക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ആമ എടുക്കുന്നത് 2, 3, 4 ശ്വാസങ്ങളെ എടുക്കുന്നുണ്ടാവുള്ളൂ. ഇതാണ് വ്യത്യാസം. ശരിക്കും ഒരു മനുഷ്യൻ കണക്ക് പ്രകാരമാണെങ്കിൽ 16,000-ന് മുകളിൽ ശ്വാസം എടുക്കുന്നുണ്ട്. ഈ ശ്വാസം എന്നാൽ മാത്രമേ ശരിക്കും 24 മണിക്കൂറാവുള്ളൂ. ആ കണക്ക് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഞാൻ ഏകദേശം ഒരു ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം 16,000 ആണോ 26,000 ആണോ കറക്റ്റ് എനിക്കറിയില്ല. ഇത്രയും ശ്വാസം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ 24 മണിക്കൂറാവുന്നുള്ളൂ. അപ്പോൾ ഈ ശ്വാസം എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ആയുസ്സും കൂടുന്നു. അതായത് അത്രത്തോളം നമ്മുടെ ഉള്ളിൽ എനർജീസും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഡീപ്പറായിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ് പഠിക്കുക, അത് പ്രാണായാമാസൊക്കെ പഠിക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഓറ കൂട്ടാൻ പറ്റും. ഇനി സ്പിരിച്വാലിറ്റിയിൽ കൂടി നമുക്ക് എങ്ങനെ നമ്മുടെ ഓറ കൂട്ടാം എന്ന് ഞാൻ പറഞ്ഞുതരാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാർത്ഥന മെഡിറ്റേഷൻ അല്ല കേട്ടോ. ചിലർ പറയാറുണ്ട് പ്രാർത്ഥന മെഡിറ്റേഷൻ അല്ല. പ്രാർത്ഥന വേറെ, മെഡിറ്റേഷൻ വേറെ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഇതാണ് പ്രാർത്ഥന. പക്ഷേ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ചിന്തകളെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. ചിന്തകളെ തട്ടി നീക്കിയിട്ട് നമ്മൾ ശൂന്യതയിലോട്ട് പോവുക, നമ്മുടെ ബോഡിയിലോട്ട് ആ ഡിവൈൻ എനർജി നമ്മളിലോട്ട് വരുത്തുക, ഡിവൈനായിട്ടുള്ള കണക്ഷൻ. മറ്റേത് നമ്മൾ ഡിവൈനെ തേടി പോകുന്നു. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളിലോട്ട് ആ ഡിവൈൻ എനർജി വരുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓറ കൂട്ടാൻ പറ്റും. ഡീപ്പറായിട്ടുള്ള മെഡിറ്റേഷൻസിലൂടെ നമുക്ക് ഓറ കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ്, മൈൻഡ്, ബോഡി, സോള് ഇതെല്ലാം ഒരേ വൈബ്രേഷൻ ആണെങ്കിൽ നമ്മുടെ ഓറ ഭയങ്കരമായിട്ട് വലുതാവും. ഇതിനെ അലൈൻ ചെയ്യലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില മന്ത്രാസിലൂടെ, എസ്പെഷ്യലി ഒരു ബീജമന്ത്രമുണ്ട്, കൃഷ്ണൻ്റെ ബീജമന്ത്രം. കൃഷ്ണൻ്റെ മാത്രമല്ല, പല ദേവീദേവന്മാരുടെയും ബീജമന്ത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ക്ലീം എന്ന് പറയുന്ന ബീജമന്ത്രം. ഈ മന്ത്രങ്ങളുള്ള ബീജമന്ത്രാസുള്ള ജപങ്ങളിലൂടെയും നമുക്ക് ഈ പറയണ പോലെ ഓറ കൂട്ടാൻ പറ്റും. ഈ ഓറ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ട്, വേറെ ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഗുണങ്ങളാണ് കൂടുതൽ, നേട്ടങ്ങൾ തന്നെയാണ് കൂടുതൽ, കോട്ടങ്ങൾ കുറവാണ്. നേട്ടം എന്ന് പറയുന്നത് നമ്മളിലോട്ട് ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ ഓറ എന്നൊക്കെ പറയുന്നത് നല്ല ഓറയാണ്. ശരിക്കും നമുക്ക് മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഓറയുണ്ട് ഈ പറയുന്ന ലാലേട്ടനൊക്കെ. ഇതേപോലെ പലരും ഉണ്ട്. അങ്ങനെ ഈ ഓറ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ടാവും. അതായത് നമുക്ക് എല്ലാവരും നമ്മളെ നോക്കും. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു കോട്ടം എന്ന് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന പോലെ നോട്ടം വരുമ്പോഴും പ്രശ്നങ്ങളുണ്ട്, ഈ എനർജി അറ്റാക്സ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിതിൻ്റെ ക്ലെൻസിങ്ങും കൂടി പഠിച്ചിരിക്കണം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ക്ലെൻസിങ് എന്തൊക്കെയാണെന്ന്. അതായത് സോൾട്ട് വാട്ടർ ബാത്ത്, അതായത് കല്ലുപ്പിട്ടിട്ട് കുളിക്കുക, അല്ലെങ്കിൽ ബീച്ചിൻ്റെ അവിടെ പോയിട്ട് ഇരിക്കുക കുറച്ച് നേരം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ അഫർമേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പ്രപഞ്ചത്തോട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഭൂമി ദേവിയിൽ
ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മരത്തിനെ കെട്ടിപ്പിടിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മുടെ എന്താ അനാവശ്യമായിട്ടുള്ള ഊർജ്ജത്തെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ നഗ്നപാതമായിട്ട് നടക്കുക, ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ നമുക്ക് പുറത്തോട്ട് കളയാൻ പറ്റും. ഊർജ്ജത്തെ നമുക്ക് കളയാനേ പറ്റുള്ളൂ, നശിപ്പിക്കാൻ പറ്റില്ല. കാരണം ഐൻസ്റ്റീൻ്റെ ഒരു ലോ ഉണ്ട്, ആൻഡ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓറേനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ഇടുക, അതിന് ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.